ഹലോ ഓൾ, വെൽക്കം ടു എജുസ് അക്കാദമി. എല്ലാവരും പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? എക്സാം ഒക്കെ അടുത്ത് വരുവാണ്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കണം. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലേ. 131/2024 കാറ്റഗറി നമ്പർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന മൈക്രോബയോളജി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ബയോകെമിസ്ട്രി, പാത്തോളജി ആ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എജുസ് അക്കാദമിയിൽ ആപ്പിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ ഡിസ്കസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണണം. അപ്പോൾ ഓൾറെഡി എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് കാരണം നമ്മൾ എക്സാമിനാണ് ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതാകെ ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകണം. നമ്മൾ ഓൾറെഡി തിയറി എല്ലാ ഭാഗങ്ങളും പഠിച്ച് PPT പഠിച്ചു, നോട്ട്സ് എല്ലാം പഠിച്ചു അല്ലേ. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ഒരുപാട് ആ ഭാഗത്ത് നിന്ന് വരുന്ന MCQs, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പെഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക് ഈസ് യൂസ് ടു ഡെമോൺസ്ട്രേറ്റ് വോളിറ്റിൻ ഗ്രാനുൾ ഈസ് എന്താണ്? ഓപ്ഷൻസ് പറയുന്നത് ഗ്രാം സ്റ്റെയിനിങ്, ലീഷ്മാൻ സ്റ്റെയിനിങ്, ആൽബർട്ട് സ്റ്റെയിനിങ്, ദെൻ സിയൽ നീൽസൺ സ്റ്റെയിൻ. നമ്മൾ ആൻസർ വരുന്നത് ആൽബർട്ട് സ്റ്റെയിൻ ആണ്. ആൽബർട്ട് സ്റ്റെയിൻ ആണ് ഈ വോളിറ്റിൻ ഗ്രാനുൾസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വോളിറ്റിൻ ഗ്രാനുൾസിനെ പറയുന്ന വേറൊരു പേരാണ് മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾസ്. നമുക്കറിയാം അല്ലെ. അത് ഏതിലാണ് കാണപ്പെടുന്ന? ഏത് ബാക്ടീരിയയിലാണ് കാണപ്പെടുക? കോർണി ബാക്ടീരിയം ഡിഫ്തീരിയയിലാണ്. അതും നമുക്കറിയാം. ഒരു ഡ്രംസ്റ്റിക് അപ്പിയറൻസ് ഉള്ള നമ്മൾ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. ബാക്ടീരിയോളജിയിൽ, മൈക്രോബയോളജിയിൽ ബാക്ടീരിയോളജിയിൽ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. നമ്മൾ അതെന്തായാലും പഠിച്ചിട്ടുണ്ടാവും. അത് പഠിക്കാതിരിക്കാൻ ഒരു വഴിയില്ല. അപ്പൊ നമ്മുടെ എജുസ് അക്കാദമിയിലെ പേജിൽ തന്നെ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയയുടെ ഭാഗത്തു നിന്നുള്ള നോട്ട്സും അതുമായി റിലേറ്റഡ് MCQs ഒക്കെ തന്നെ പഠിപ്പിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, ദിസ് ഗ്രാനുവൽസ് അപ്പിയേഴ്സ് ബ്ലൂയിഷ് ബ്ലാക്ക് എഗനിസ്റ്റ് ഗ്രീൻ സൈറ്റോപ്ലാസ് ആണ്. ഓക്കെ, എങ്ങനെയാണ് കാണപ്പെടുന്നത്? ബ്ലൂയിഷ് ബ്ലാക്ക് എഗനിസ്റ്റ് ഗ്രീൻ സൈറ്റോപ്ലാസ് ആണ്. അപ്പോൾ ആൽബർട്ട് സ്റ്റെയിൻ ആണ് നമ്മൾ വോളിറ്റിൻ ഗ്രാനുവലിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ വോളിറ്റിൻ ഗ്രാനുവലിന് പറയുന്ന വേറൊരു പേരെന്താണ്? മെറ്റാക്രോമാറ്റിക് ഗ്രാനുൾ. അതും ഓർത്തിരിക്കണം. വോളിറ്റിൻ ഗ്രാനുൾ ആൽബർട്ട് സ്റ്റെയിൻ ആണ് ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് അറിയുന്നതാണ് അല്ലെ. ഗ്രാം സ്റ്റെയിനിങ് എന്താ? ഗ്രാം സ്റ്റെയിനിങ് അല്ല അല്ലെ വോളിറ്റിൻ ഗ്രാനുൾസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഗ്രാം സ്റ്റെയിൻ നമ്മൾ ഫസ്റ്റ് മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ മൈക്രോബയോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഒരു എന്താ പറയുക, നമ്മൾ ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ ആ രീതിക്കുള്ള ഒരു പ്രൈമറി സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുന്നത്. ലീഷ്മാൻ സ്റ്റെയിൻ എന്തിനാണ് ചെയ്യുന്നത്? ലീഷ്മാൻ സ്റ്റെയിൻസ് നമ്മൾ ബ്ലഡ് സ്മിയർ ഒക്കെ ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ്, അതുപോലെ മലേറിയ പാരസൈറ്റ്സ്, അങ്ങനെയുള്ള ട്രിപ്പണോസോമ, അതിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ലീഷ്മാൻ സ്റ്റെയിൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുമല്ല അല്ലെ വോളിറ്റിൻ ഗ്രാനുൾസിന്. അപ്പൊ നമ്മൾ ആൽബർട്ട് സ്റ്റെയിൻ ആണ് ആൻസർ. ബാക്കി ഓപ്ഷനും കൂടി ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അപ്പൊ സിയൽ നീൽസൺ സ്റ്റെയിൻ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ് അതിന് മറ്റൊരു പേര്. എന്താണ്? ആസിഡ് ഫാസ്റ്റ്. നിങ്ങൾക്ക് അറിയുന്നതാണ്, ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞുള്ളൂ കേട്ടോ. ഈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആരാ ഫസ്റ്റ് കണ്ടുപിടിച്ചേ? പോൾ എർലിച്ച് ആണ്. അതും നമുക്കറിയാം. പോൾ എർലിച്ച് ആണ്. അതും നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ആൽബർട്ട് സ്റ്റെയിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് JA ആണ്. ഓക്കെ, 1920 കണ്ടുപിടിച്ചത്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് കണ്ടുപിടിച്ചത് 1882 നമ്മളിത് മൈക്രോബയോളജിയുടെ ഹിസ്റ്ററി പഠിച്ചപ്പോൾ നമ്മൾ എല്ലാ സയന്റിസ്റ്റിനോട് വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ തന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വോളിറ്റിൻ ഗ്രാനുൾ സ്റ്റെയിൻ ചെയ്യാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്താണ് ആൽബർട്ട് സ്റ്റെയിൻ. ബാക്കി നമ്മൾ പരിചയപ്പെട്ടു. സിയൽ നീൽസൺ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ്. മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ സ്റ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബോൾ ഫ്യൂഷൻ വെച്ച് സ്റ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആസിഡ് വെച്ചിട്ടാണ് ഡിക്കളറൈസ് ചെയ്യുക. ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് പിങ്ക് അല്ലെങ്കിൽ റെഡ് കളർ അങ്ങനെയായിരിക്കും കാണപ്പെടുക. ഓക്കെ, ലീഷ്മാൻ സ്റ്റെയിനും പഠിച്ചിട്ടുണ്ട്, ഗ്രാം സ്റ്റെയിനും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആൽബർട്ട് സ്റ്റെയിനിങ് ആണ് നമ്മൾ വോളിറ്റിൻ ഗ്രാനുൾ. ഒന്നുകൂടി പറയുന്നു, വോളിറ്റിൻ ഗ്രാനുളിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ആൽബർട്ട് സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ മെഥിലിൻ ബ്ലൂ, ഇയോസിൻ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അത് സ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യനിൽ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ബാക്കി ഓപ്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. Then next question. The following statement are true regarding coach postulates. റോബർട്ട് കോച്ചിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കോച്ചിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ കോച്ച് പോസ്റ്റ്ലേറ്റ്സും തീർച്ചയായിട്ടും പഠിച്ചു കാണും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഇതിൽ പോസ്റ്റ്ലേറ്റ്സ് ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നോക്കാം. ദ ബാക്ടീരിയം ഷുഡ് be constantly associated with lesions of disease. Then രണ്ടാമത് പറയുന്നത് the bacterium can be isolated in pure culture from the lesion. Then മൂന്നാമത്തെ എന്ന് പറയുന്നത് inoculation of such pure culture into lab animals should produce lesions of the disease. Then നാലാമത് പറയുന്നത് the bacterium can be re-isolated in pure culture from the lesions of the lab animals. ഇതിലേതാണ്? ഇതിലെല്ലാം ശരിയാണ് അല്ലേ. നമ്മൾ കോച്ച് പോസ്റ്റ്ലേറ്റ്സ് പഠിച്ചപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്.
ഇതെല്ലാം ശരിയാണ്. നമ്മൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ആൻഡ് 4. ഓക്കെ, നോക്കാം. കോച്ച് പോസ്റ്റ്ലേറ്റ്സ് ഔട്ട്ലൈൻ ഇസ് ദ ക്രൈറ്റീരിയ ടു എസ്റ്റാബ്ലിഷ് കാഷ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് മൈക്രോ ഓർഗാനിസം ആൻഡ് ഡിസീസ്. മൈക്രോ ഓർഗാനിസം ആൻഡ് ഡിസീസ് ഉള്ള റിലേഷൻഷിപ്പ്, ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദ ഓർഗാനിസം മസ്റ്റ് ബി ഫൗണ്ട് ഇൻ ദ ഓൾ കേസസ് ഓഫ് ഡിസീസ്. അല്ലെ, ഓർഗാനിസം അവിടെ ഫൗണ്ട് ചെയ്യില്ലേ? എല്ലാ കേസ് ഓഫ് ഡിസീസിലും ഉണ്ട്. ഇറ്റ് മസ്റ്റ് ബി ഐസൊലേറ്റഡ് ആൻഡ് ഗ്രോൺ ഇൻ പ്യുവർ കൾച്ചർ. ഇത് ഐസൊലേറ്റഡ് ആണ്, അതുപോലെ തന്നെ പ്യുവർ കൾച്ചറിൽ വളരുന്നുണ്ട്. ഓക്കെ, അതും നമുക്കറിയാവുന്നതാണ്. ദ കൾച്ചർഡ് ഓർഗാനിസം ഷുഡ് കോസ് എ ഡിസീസ് വെൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഹെൽത്തി അനിമൽസ്. നമുക്കൊരു കൾച്ചർ ചെയ്തെടുത്തു, ഓക്കെ, ഒരു ഓർഗാനിസം കൾച്ചർ ചെയ്തെടുത്തു, അത് കഴിഞ്ഞിട്ട് അത് ഒരു ഹെൽത്തി അനിമലിലോട്ട് ഇൻട്രൊഡ്യൂസ് എന്താ ഉണ്ടായിരിക്കുക? അവിടെയും ഡിസീസ് കോസ് ചെയ്യും അല്ലേ? അത് നമുക്കറിയാവുന്നതാണ്. ദ സെയിം ഓർഗാനിസം മസ്റ്റ് ബി റീ ഐസൊലേറ്റഡ് ഫ്രം ദ എക്സ്പെരിമെന്റലി ഇൻഫെക്റ്റഡ് എനിമൽസ്. ഓക്കെ, അപ്പൊ അത് ആ ഓർഗാനിസം എന്താണ് ചെയ്യുന്നത്? റീ ഐസൊലേറ്റ് ചെയ്യും. എവിടെ നിന്ന്? എക്സ്പെരിമെന്റലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എനിമലിൽ നിന്ന്. അപ്പൊ നമ്മുടെ കോച്ച് പോസ്റ്റ്ലേറ്റ്സ്, കോച്ച് നമുക്കറിയാം, റോബർട്ട് കോച്ച് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കോച്ച് പോസ്റ്റ്ലേറ്റ്സ് ആണ് ഇതെല്ലാം ഓർത്തിരിക്കണം. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. നമ്മൾ റോബർട്ട് കോച്ച് പോസ്റ്റ്ലേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റ്ലേറ്റ്സ് വെച്ച് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എല്ലാം തന്നെ ശരിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോൺസ്റ്റീൻ ജെൻസൺ മീഡിയം ഈസ് സ്റ്റെറിലൈസ്ഡ് അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ്. ഈ LJ മീഡിയം എന്തിനാ യൂസ് ചെയ്യുന്നത്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതിന്റെ സ്റ്റെറിലൈസ്ഡ് ടെമ്പറേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 80 to 85 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 minutes ഓൺ 3 successive days ആണ് അതിന്റെ സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. 60 ഡിഗ്രി 1 hour അല്ല, 72 ഡിഗ്രി ഫോർ 15 to 20 seconds അല്ല, 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 minutes ഓൺ 3 successive days അല്ല. അപ്പൊ ബാക്കി പറയുന്ന ഓപ്ഷൻസ് ഒക്കെ തെറ്റാണ്. നമ്മുടെ ആൻസർ വരുന്നത് 80 to 85 days ആണ്. എത്ര മിനിറ്റ് ആണ്? 30 മിനിറ്റ്. എത്ര ദിവസമാണ്? 3 ദിവസം. ഓർത്ത് വെക്കാം കേട്ടോ, 3 ദിവസം. ദെൻ ലോവൻസ്റ്റീൻ ജെൻസൺ LJ മീഡിയം എന്നാണ് പറയാ. എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മളെ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, നമ്മളെ TB കോസ് ചെയ്യുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. Okay, because it's containing heat sensitive components like eggs. Okay, അതിൽ heat sensitive components ഉണ്ട്. And it is sterilized by incisivization. Incisivization എന്ന് പറഞ്ഞാൽ 80 to 85 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഹീറ്റിംഗ് അറ്റ് 80 to 85 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 minutes ഓൺ 3 consecutive days. ഓക്കെ, അപ്പൊ ഇൻസിപ്പിസേഷൻ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഇസ് ഇൻസിപ്പിസേഷൻ ടെമ്പറേച്ചർ ചോദിക്കുകയാണെങ്കിൽ 80 to 85 ആണ്. ഇൻസിപ്പിസേഷൻ എന്ന വാക്കും ഓർത്ത് വെക്കുക. അതുപോലെ ലോവൻസ്റ്റീൻ ജെൻസൺ എന്ന മീഡിയം ഓർത്ത് വെക്കുക. അത് വിച്ച് ബാക്ടീരിയക്ക് വേണ്ടി ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അത് ഓർത്ത് വെക്കുക. എപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാണ്, നമ്മൾ ആ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സറൗണ്ടിങ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസിനെ പറ്റിയിട്ടും ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ സ്റ്റെയിനിങ് പറഞ്ഞപ്പോൾ, ആൽബർട്ട് സ്റ്റെയിൻ പറഞ്ഞപ്പോൾ ബാക്കിയുള്ള സ്റ്റെയിനും നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? അതുപോലെ തന്നെ അത് മാത്രമല്ല സ്റ്റെയിൻ ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ്, ഇയർ, അതൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ നമ്മൾ എപ്പോഴും ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതിന്റെ ഒരു ഓപ്ഷൻ പഠിക്കുന്നു, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോവാം. ഓക്കെ, then Naegleria is a free living amoeba found in fresh water. Okay, നമുക്കറിയാം. Mud and moist soil. Identify the disease caused by it. Okay, അപ്പൊ Naegleria ഈ സോയിലും മഡിലും മോയിസ്റ്റിലൊക്കെ ഉള്ള ഫ്രീ ലിവിങ് അമീബ ആണെന്ന് നമുക്കറിയാം. അത് കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. ഹെപ്പറ്റിക് അമീബിയാസിസ് അല്ല, പൾമണറി അമീബിയാസിസ് അല്ല, ക്യൂട്ടേനിയസ് അമീബിയാസിസ് അല്ല. ഓക്കെ, അപ്പൊ നെഗ്ലേറിയ ഫൗലേറി ഈസ് കോസ്റ്റ് എന്താണ്? നെഗ്ലേറിയ ഫൗലേറി എന്നാണ് കേട്ടോ. കോസ് അമീബിക് എന്താണ്? മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. PAM എന്താണ്? PAM റെയർ ആണ്, ബട്ട് ഫേറ്റൽ ആയിരിക്കും. ബ്രെയിൻ ഇൻഫെക്ഷൻ, മെനിഞ്ചൈറ്റിസ് നമുക്ക് അറിയാം അല്ലെ? മെനിഞ്ചോ എൻസെഫലൈറ്റിസ് നമ്മൾ ബ്രെയിൻ റിലേറ്റ് ചെയ്താൽ നമുക്ക് അറിയാവുന്നതാണ്. ഫേറ്റൽ ആയിരിക്കും ബ്രെയിൻ ഇൻഫെക്ഷൻ ആയതുകൊണ്ട്. It typically enter the brain through the nasal passage which contaminated water inhaled. അപ്പോൾ കണ്ടാമിനേറ്റഡ് വാട്ടർ ഇൻഹേൽ ചെയ്യുന്ന വഴി എങ്ങനെയാണ് പോകുന്നത്? നാസൽ പാസേജ് വഴിയാണ് പോകുന്നത്. ബ്രെയിനിലെത്തിയിട്ട് അവിടെ നിന്നുണ്ടാവുന്ന പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാവുന്നു. അത് റെയർ ഒക്കെയാണ്, ബട്ട് ഫേറ്റൽ ആയിരിക്കും. ഓക്കെ, ഫേറ്റൽ കണ്ടീഷൻ ആയിരിക്കും, കാരണം ബ്രെയിൻ ഇൻഫെക്ഷൻ ആണ് അല്ലേ? നമ്മളിപ്പോൾ ഈ അടുത്ത് റീസെന്റ് ആയിട്ട് കുറെ കേട്ടിട്ടുണ്ട്, കുളത്തിൽ കുളിച്ച ഇങ്ങനെ കുട്ടിക്കൊക്കെ ബ്രെയിൻ ഇൻഫെക്ഷൻ, അമീബ കോസ് ചെയ്ത ഡിസീസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ റീസെന്റ് ആയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ കുളത്തിലും നമ്മൾ ഈ പൂളിലൊക്കെ കുറച്ചും കൂടി ചിലപ്പോൾ സ്റ്റെറിലൈസ് ചെയ്ത് അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ ആയിരിക്കും നമ്മൾ ഈ
നമ്മുടെ നാട്ടിലുള്ള കുളത്തിലൊക്കെ ചിലപ്പോൾ ഇപ്പോൾ എന്താ പറയുക നമ്മൾ വേസ്റ്റ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടി വരുന്നുണ്ടല്ലോ, പണ്ടത്തെ കാലം പോലെയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മളങ്ങോട്ട് കുളിക്കുമ്പോൾ ഒന്നുകൂടി കെയർഫുൾ ആയിട്ട് അത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, next question is the clinical manifestation of falciparum malaria occurring in previously infected subject characterized by sudden intravascular hemolysis followed by fever and hemagglutinuria is എന്ത് ഡിസീസ് ആണ്? ഈ പറഞ്ഞ falciparum malaria. ഓക്കെ, occurring previously infected subject characterized by എന്താണ്? intravascular hemolysis followed by fever and hemoglobinuria. ഏത് ഡിസീസ് ആണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ ആണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് പലപ്പോഴായിട്ട് കേട്ടോ. നമുക്ക് എന്താണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നുള്ളത് നോക്കാം. നമ്മൾ ആൻസർ ചെയ്യുന്നത് ബ്ലാക്ക് വാട്ടർ ഫീവർ ആണ്. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഹിമോലൈസിസ്, ഇൻട്രാവാസ്കുലർ ഹിമോലൈസിസ്, ഹിമഗ്ലൂട്ടിനറിയ, ഫാൽസിപാരം, മലേറിയ. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് വാട്ടർ ഫീവർ ആണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ ഇസ് എ സിവിയർ കോംപ്ലിക്കേഷൻ ഓഫ് പ്ലാസ്മോഡിയം ഫാൽസിപാരം മലേറിയ ആണ്. സിവിയർ കോംപ്ലിക്കേഷൻ ആണ് ബ്ലാക്ക് വാട്ടർ ഫീവർ. ഓക്കെ, സീൻ ഇൻ പ്രീവിയസ്ലി ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ പാർഷ്യലി ഇമ്മ്യൂൺ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലാണ്. ഓഫൻ അസോസിയേറ്റഡ് വിത്ത് ക്യൂനിൻ യൂസ്. ഓക്കെ, ഇറ്റ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ എന്താണ്? നമുക്ക് ഇതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ബ്ലാക്ക് വാട്ടർ ഫീവർ ടൈം ഓവർ നമ്മൾ പഠിച്ചു. എന്താണ് കോസ് ചെയ്യുന്നത്? പ്ലാസ്മോഡിയം ഫാൽസിപാരം മലേറിയ. ഓക്കെ, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. സഡൻ ഇൻ ഇൻട്രാവാസ്കുലർ ഹിമോലൈസിസ് നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. ഹീമഗ്ലൂട്ടിനുറിയ എന്താണ്? ഡാർക്ക് അല്ലെങ്കിൽ കോള കളറായിട്ടുള്ള യൂറിൻ, അതുകൊണ്ടാണ് ഹെൻസ് അതിനാലാണ് അതിനെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയുന്നത്. എന്താണ്? ഹീമോഗ്ലോബിന്യൂറിയ. ബ്ലാക്ക് അല്ലെങ്കിൽ നമ്മളെ കോള കളറിലായിരിക്കും യൂറിൻ ഉണ്ടാവുക, ഹൈ ഫീവർ ആയിരിക്കും. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ജോണ്ടിസ് ആൻഡ് അനീമിയ. This condition can be life threatening if not properly treated. നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻ, ഫേറ്റൽ ആവാനായിട്ട് സാധ്യതയുണ്ട്. ജോണ്ടിസ് ആൻഡ് അനീമിയ ആ കണ്ടീഷനും ഇത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവും, കുറച്ചുകൂടി സിവിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ആൻസർ വരിക. ബ്ലാക്ക് വാട്ടർ ഫീവർ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. പ്ലാസ്മോഡിയം ഫാൽസിപാരം മലേറിയ ബ്ലാക്ക് വാട്ടർ ഫീവർ ആണ്. എന്തുകൊണ്ടാണ് അതിനെ ബ്ലാക്ക് വാട്ടർ എന്ന് പേര് പറയുന്നത്? ഹീമോഗ്ലോബിനൂറിയ. യൂറിൻ ഏത് കളറിലായിരിക്കും ഉണ്ടാവുക? ഡാർക്ക് അല്ലെങ്കിൽ കോള കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 5 ക്വസ്റ്റ്യൻസ്. ഇനിയുണ്ട് മൈക്രോബയോളജിയിൽ റിലേറ്റ് ചെയ്ത് ബാക്ടീരിയോളജി, മൈക്കോളജിയിലും അതുപോലെ തന്നെ പാരസൈറ്റോളജി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിലും 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ ഒരു ഡിസ്ക്രിപ്ഷനും നിങ്ങളൊന്ന് നോക്കി പോകണം. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കി 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്